സുഖമല്ലേ എല്ലാവർക്കും? നല്ലൊരു അമൽ നമുക്ക് പഠിക്കാം. ഇത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ നിങ്ങൾ ഈ ഒരു സൂറത്ത് ഓതിയിരിക്കും. അള്ളാഹു അത് ഓതാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകാം. ഏതാണ് ആ സൂറത്ത് ഏതാണെന്ന് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാവരും ചെയ്യുന്ന ചുരുങ്ങിയത് 5 നേരത്തെ നമസ്കാരത്തിന് മുമ്പായിട്ട് നാം പ്രവർത്തിക്കുന്ന ഒരു കാര്യമാണ് വുളൂ. അത് വളരെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും വുളൂഇനെ പതിവാക്കിയാൽ, ആ വുളൂ നന്നാക്കുകയും ചെയ്താൽ അവൻ സ്വർഗപ്രവേശനം ഉറപ്പാണ്. കാരണം അല്ലാഹു ശുദ്ധിയുള്ളവനാണ്, ശുദ്ധിയെ അവൻ ഇഷ്ടപ്പെടുന്നു. എപ്പോഴും നമ്മൾ വുളൂഇനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. വുളൂ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ മദ്രസയിലെ ഉസ്താദന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മദ്രസ ജീവിതത്തിലൂടെ വുളൂഇൻ്റെ മഹത്വത്തെക്കുറിച്ചും വുളൂ എടുക്കുന്നത് എങ്ങനെയാണെന്നും നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ നമുക്കത് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വുളൂ എടുത്തതിന് ശേഷമുള്ള ഒരു ദുആ, അതും നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളിൽ പലരും അത് കാണാതെ പഠിച്ചവരാണ്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നാൽ അതിനുശേഷം ഒരു സൂറത്ത് ഓതൽ, അത് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സൂറത്ത് പാരായണം ചെയ്യും. നമ്മളൊക്കെ എപ്പോഴും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ ഓരോ സൂറത്തിൻ്റെയും ഓരോ ആയത്തിൻ്റെയും മഹത്വം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല. പലർക്കും ആഗ്രഹമാണ് അതിൻ്റെ മഹത്വം, ആ സൂറത്തിൻ്റെ മഹത്വം, ആ സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം എന്താണെന്നൊക്കെ പഠിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. പക്ഷേ പലപ്പോഴും നമുക്കത് പഠിക്കാനുള്ള സമയമോ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ആ സമയം കൊണ്ട് ദുനിയാവിൻ്റെ തൊലിപ്പുറത്തുള്ള വിനോദത്തിലും ആനന്ദത്തിലുമായി നമ്മുടെ സമയങ്ങൾ നമ്മൾ കൊണ്ടുപോവുകയാണ്. നമ്മുടെ തിരക്കേറിയ ജീവിതമാണ്. സഹോദരങ്ങളെ, ഇന്ന് പലർക്കും ചൊവ്വേ നേരെ വുളൂ എടുക്കാൻ പോലും അറിഞ്ഞുകൂടാ. കാരണം എന്താ? അത് നമ്മൾ പഠിച്ചിട്ടില്ല. പിന്നെയാണോ ഉസ്താദേ ഈ ദുആ, ഈ സൂറത്ത് എന്ന് പലരുമൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാറുണ്ട്. പലരും എന്താണ് തമാശയ്ക്ക് പറയാറുണ്ട്. കാരണം നമുക്കിതൊന്നും വേണ്ട. പക്ഷേ അങ്ങനെ ആകരുത്. വളരെ മഹത്വമുള്ള ഒരു സൂറത്താണ് ഈ ഒരു സൂറത്ത്. അത് വുളൂഇൻ്റെ ദുആഇന് ശേഷം നമ്മൾ പറയേണ്ട ഒരു സൂറത്താണ്. ഞാൻ ഈ ഒരു സൂറത്ത് പഠിച്ചതിന് ശേഷം, വുളൂഇന് ശേഷം ചൊല്ലിയാൽ ഇത്രത്തോളം മഹത്വമുണ്ട് എന്ന് പഠിച്ചതിന് ശേഷം ഞാൻ പലപ്പോഴായിട്ട് ഈ സൂറത്ത് ചൊല്ലാറുണ്ട്.
ഒളു എടുത്തതിന് ശേഷം എപ്പോഴും ഞാൻ ഈ ഒളുവിൻ്റെ ദുആ പറഞ്ഞാൽ പിന്നെ ഈ സൂറത്ത് പതിവാക്കും. അള്ളാഹു നമുക്കും പതിവാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വണ്ണമായ പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരാൾ പോലും ഇത് കേട്ടതിന് ശേഷം നമ്മൾ ഒഴിവാക്കരുത്. പലർക്കും സമയമില്ല. മക്കളെ വളർത്താനും വലിയ വീട് വെക്കാനും വിലയുള്ള വാഹനങ്ങൾ വാങ്ങിക്കാനും ഒക്കെയുള്ള തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. ചെറിയ ചെറിയ അമലുകളൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഉസ്താദന്മാർ പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ അതൊക്കെ നമ്മളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമുക്കതുകൊണ്ട് വലിയ വിജയമാണ് കിട്ടുന്നത്, വലിയ നേട്ടമാണ് അതുകൊണ്ട് കിട്ടുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, ആരെങ്കിലും ആകാശ ദർബാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി കണ്ണുകൾ ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചുകൊണ്ട് ഒളുഇന്റെ ദുആഇനു ശേഷം, നമുക്കൊക്കെ ആ ദുആ അറിയാമല്ലോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ന് നമ്മൾ ചൊല്ലാറുണ്ട്. ചൊല്ലാൻ അറിയാത്തവരൊക്കെ ഇന്നു മുതൽ അതൊക്കെ പഠിക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള ഭാഗ്യം തരട്ടെ. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു സൽക്രമങ്ങളിൽ ഉൾപ്പെടുത്തുകയും വണ്ണമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ദുആകളൊക്കെ ചൊല്ലാനും പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യാനും നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. സഹോദരിമാരെ, സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ഈ തിരക്കേറിയ പഠനത്തിൻ്റെ തിരക്കേറിയ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുന്നതായ ഒരു കാര്യമാണ് ഈ ഒരു ദുആകളൊക്കെ. പല സൂറത്തുകളും മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ആരെങ്കിലും സൂറത്തുൽ ഖദർ ചെറിയ സൂറത്താണ്, ആ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയാൽ സിദ്ദീഖീങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കുന്നതാണ്. സിദ്ദീഖങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതായ കാര്യങ്ങൾ അപ്പാടെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവാചകനോടൊപ്പം നിൽക്കുകയും ചെയ്തവരാണ് സിദ്ദീഖീങ്ങൾ. മുത്തുനബി പറഞ്ഞതൊക്കെ സ്വീകരിച്ചവർ. സിദ്ദീഖീങ്ങളുടെ നേതാവ് ആരാണ്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് കിട്ടാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജിൽ പോയി 5 നേരത്തെ നമസ്കാരം സമ്മാനമായി നമുക്ക് നൽകി അള്ളാഹുവിനൊക്കെ കണ്ട് വന്ന വിവരം അബൂജഹലിൻ്റെ അടുത്തും സംഘത്തോടും പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചില്ല. പക്ഷേ അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, അള്ളാഹുവിനെ കണ്ടെന്ന് 5 നേരത്തെ നമസ്കാരം സമ്മാനമായി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്, നീ അത് വിശ്വസിക്കുന്നുണ്ടോ അബൂബക്കറെ എന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സദഖ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ റസൂൽ സത്യം പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിനെ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ അള്ളാഹിൻ്റെ റസൂലിന് സിദ്ദീഖ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സിദ്ദീഖ് എന്ന സ്ഥാനപ്പേര് ആർക്ക് കൊടുത്തു? മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്തു. ആരെങ്കിലും 2 പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്താൽ ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആരാണ് ശുഹദാക്കൾ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയിട്ട് ഈമാനും ഹിദായത്തും ഇസ്തിഖാമത്തോടുകൂടിയും അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ദീനിന് വേണ്ടിയിട്ട് പോരാടിയവർ, ഷഹീദുകൾ. അവരോടൊപ്പമാണ് സഹോദരങ്ങളെ നമ്മൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കേണ്ടത്. നമ്മളൊക്കെ പലപ്പോഴും ചിലരൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത് താരസുന്ദരികളെ പോലെ ആകാനാണ്. താരസുന്ദരികൾ നടക്കുന്നത് പോലെ നടക്കുക,
സിനിമാ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ജീവിക്കുന്നത് പോലെ ജീവിക്കുക, അല്ലാതെ സ്വർഗത്തിന്റെ അഹ്ലുകാർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ലല്ലോ ഇന്നധികം ആളുകളും ശ്രമിക്കുന്നത്. അവർ ശ്രമിക്കുന്നത് സുന്ദരികൾ ജീവിക്കുന്നത് പോലെ, അതുപോലെ ഒരേ മോഡേൺ ജീവിതം നയിക്കുന്ന ആളുകൾ അവർ ജീവിക്കുന്നത് പോലെ ജീവിക്കാനല്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ ഇന്ന് പലരും നമ്മുടെ മക്കളൊക്കെ ആഗ്രഹിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം ജീവിക്കാൻ, അവിടുത്തെയുടെ സുന്നത്തനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. പരിശ്രമിക്കൂ കൂട്ടരെ. ഇപ്പോൾ 2 പ്രാവശ്യം ആരെങ്കിലും സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ അവൻ ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ ആരെങ്കിലും പാരായണം ചെയ്താൽ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കിടക്കും. പ്രവാചകന്മാരോടെ നേതാവ് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബിയോടൊപ്പമാണ് നമ്മൾ സ്വർഗത്തിൽ കിടക്കേണ്ടത്. ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? ആഗ്രഹമില്ലാത്തവർ അവർ ഹതഭാഗ്യവാന്മാരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കിടക്കാനല്ലേ സ്വഹാബത്ത് ആഗ്രഹിച്ചത്. അതുപോലെ നമുക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ 3 പ്രാവശ്യം സൂറത്തുൽ ഖദർ പാരായണം ചെയ്തു കൊള്ളട്ടെ. നമുക്കൊന്ന് പാരായണം ചെയ്യാം ആ സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സദഖല്ലാഹു മൗലാനൽ അലിയുൽ അദീം. എന്ന സൂറത്ത് എപ്പോഴാണോ നമ്മൾ ഒളു എടുക്കുന്നത്, ഒളു എടുത്ത് ഒളുവിൻ്റെ ദുആ കഴിഞ്ഞാൽ ഉടനെ 3 പ്രാവശ്യം പാരായണം ചെയ്യുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാരായണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പാരായണം ചെയ്യുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.